നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് വായിച്ചു, ആവശ്യമുള്ള നോട്ടുകൾ സ്വന്തമായിട്ട് തയ്യാറാക്കി, വിക്ടേഴ്സ് ചാനൽ കണ്ടു എന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അതിലുപരി പാരൻസിൻ്റെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെയും റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ട്യൂട്ടോറിയൽ മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഇന്ന് ചൈന ആൻഡ് ജപ്പാൻ. China and Japan were the countries in Asia where efficient administrative system existed during the medieval period. അപ്പോൾ medieval പീരീഡിൽ അതുപോലെ തന്നെ മധ്യ കാലഘട്ടത്തിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഭരണ വ്യവസ്ഥ എക്സിസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നിലനിന്നിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈന അതുപോലെ തന്നെ ജപ്പാൻ. So, China and Japan were the countries in Asia. അപ്പോൾ ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങളായിരുന്നു ചൈന ആൻഡ് ജപ്പാൻ. അവിടെ എന്തായിരുന്നു? കാര്യക്ഷമമായ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഭരണ സംവിധാനം നിലനിന്നിരുന്ന ഏത് കാലഘട്ടത്തിലാണ്? മിഡീവൽ പീരീഡിൽ തന്നെ നിലനിന്നിരുന്ന ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങളാണ് എന്ന് പറയുന്നത് ചൈനയും അതുപോലെ തന്നെ ജപ്പാൻ. So, China and Japan were the countries in Asia where efficient administrative system existed during the medieval period. The initial stage of medieval period, China was ruled by Tang dynasty. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ഇനിഷ്യൽ സ്റ്റേജിൽ, ഏതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ? മിഡീവൽ പീരീഡിൻ്റെ ആദ്യഘട്ടത്തിൽ, മധ്യകാലത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചൈന വാസ് റൂൾഡ് ബൈ ടാങ് ഡൈനാസ്റ്റി. ചൈന ഭരിച്ചിരുന്നത് ടാങ് രാജവംശമായിരുന്നു. ടാങ് ഡൈനാസ്റ്റി ആയിരുന്നു ഇനിഷ്യൽ സ്റ്റേജിൽ, മിഡീവൽ പീരീഡിൽ ചൈന റൂൾ ചെയ്തിരുന്നത്, ചൈന ഭരിച്ചിരുന്നത്. ദ സോവേർണിറ്റി ഓഫ് ദ കൺട്രി വാസ് വെസ്റ്റഡ് ഇൻ ദ എംപറർ. അപ്പോൾ രാജ്യത്തിൻ്റെ സോവേർണിറ്റി അല്ലെങ്കിൽ പരമാധികാരം, ഫുൾ പവർ എന്ന് പറയുന്നത് വാസ് വെസ്റ്റഡ് ഇൻ ദ എംപറർ. ആരിൽ അധിഷ്ഠിതമായിരുന്നു? ആരിൽ വെസ്റ്റഡ് ആയിരുന്നു? എംപററിൽ, അതായത് ചക്രവർത്തിയിൽ അധിഷ്ഠിതമായിരുന്നു എന്നത് പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരം അല്ലെങ്കിൽ ഫുൾ പവർ അല്ലെങ്കിൽ സോവേർണിറ്റി എന്ന് പറയുന്നു. സ്റ്റേറ്റ് ഒഫീഷ്യൽസ് വെയർ സെലക്ടഡ് ആഫ്റ്റർ ദ കണ്ടക്ടിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സലൻസ്. അപ്പോൾ രാജ്യത്ത് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തിരുന്നത് എക്സാമിനേഷൻ നടത്തിയാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടത്തിയാണ്, മത്സര പരീക്ഷകൾ നടത്തിയാണ്. ആരെ തിരഞ്ഞെടുത്തിരുന്നത്? ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തിരുന്നത്, സ്റ്റേറ്റ് ഒഫീഷ്യൽസിനെ സെലക്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? ആഫ്റ്റർ കണ്ടക്ടിങ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. ആ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്തിൽ ബേസ്ഡ് ആയിരുന്നു? എന്തിൽ അധിഷ്ഠിതമായിരുന്നു? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു. എന്തിൻ്റെയൊക്കെ ക്രൈറ്റീരിയയുടെ ബേസിലാണോ? ഒന്ന് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഏതാണ്? എക്സലൻസ് തന്നല്ലോ, വിദ്യാഭ്യാസ യോഗ്യത, അതുപോലെ തന്നെ അവരുടെ മികവ് അല്ലെങ്കിൽ അവരുടെ എക്സലൻസ്, അവരുടെ കഴിവ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്? ഇവിടെ സ്റ്റേറ്റ് ഒഫീഷ്യൽസിന് എക്സാമിനേഷൻ നടത്തി സെലക്ഷൻ നടത്തിയിരുന്നത്. സോ സ്റ്റേറ്റ് ഒഫീഷ്യൽസ് വെയർ സെലക്ടഡ് after conducting competitive examinations based on the criteria of education and excellence. The Tang rulers were tolerant towards all religions and were great promoters of trade and commerce. അപ്പോൾ ടാങ് റൂളേഴ്സിന്റെ സ്പെഷ്യാലിറ്റിയാണ് പറയുന്നത്, അവരുടെ പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത്. അവർ ടോളറന്റ് ആയിരുന്നു റിലിജിയൻസിൽ, മതസഹിഷ്ണുത പുലർത്തിയവരായിരുന്നു. ടോളറൻസ് അല്ലെങ്കിൽ സഹിഷ്ണുത തന്നല്ലോ എന്തില്? റിലീജിയൻസിൽ. അതിലുപരി ഇവര് എന്തിന്റെ പ്രൊമോട്ടേഴ്സ് ആയിരുന്നു? ഏതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു? ട്രേഡിനെയും കൊമേഴ്സിനെയും, കച്ചവടത്തിനെയും വാണിജ്യത്തിനെയും പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു ആരെന്ന് പറയുന്നത് ഈ ടാങ് റൂളേഴ്സ്. അപ്പോൾ ഇവര് റിലീജിയൻസിൽ ടോളറൻസ് നടത്തിയ വ്യക്തികളാണ്, മത സഹിഷ്ണുത പുലർത്തിയ
ഭരണകർത്താക്കളായിരുന്നു. അതിലുപരി ഇവർ എന്തിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, എന്തിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു? ട്രേഡിനെയും അതുപോലെ തന്നെ കൊമേഴ്സിനെയും, കച്ചവടത്തിനെയും വാണിജ്യത്തിനെയും പ്രൊമോട്ട് ചെയ്തവരായിരുന്നു. The Tang rulers were tolerant towards all religions and were great promoters of trade and commerce. After the Tang dynasty, China was ruled by the Song, Ming and Manchu dynasties. ഇപ്പോൾ ടാങ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ടാങ് രാജവംശത്തിന് ശേഷം ചൈന ഭരിച്ചിരുന്നത്, ചൈന വാസ് റൂൾഡ് ബൈ ഏതെല്ലാം രാജവംശങ്ങളാണ്? സോങ് ഡൈനാസ്റ്റി, സോങ് രാജവംശം, അതുപോലെ തന്നെ മിങ് ഡൈനാസ്റ്റി, മിങ് രാജവംശം, അതുപോലെ തന്നെ മഞ്ചു ഡൈനാസ്റ്റി, മഞ്ചു രാജവംശം. ഏതിന് ശേഷമാണ്? ടാങ് ഡൈനാസ്റ്റിക്ക് ശേഷം ചൈന ഭരിച്ചിരുന്ന രാജവംശങ്ങളാണ് അല്ലെങ്കിൽ ഡൈനാസ്റ്റികളാണ് സോങ്, മിങ് ആൻഡ് മഞ്ചു ഡൈനാസ്റ്റീസ്. അപ്പോൾ അതിൽ ഒരു മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ചൈനയുടെയും ജപ്പാന്റെയും ഒരു മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളും ഏതെല്ലാം പ്ലേസസുകളാണ് അവരുടെ അണ്ടറിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാപ്പ് നോക്കുക. In medieval Japan also, the emperor was the supreme head in political affairs. അപ്പോൾ അടുത്ത് നമ്മൾ ജപ്പാന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെഡീവൽ ജപ്പാൻ, മധ്യകാലത്തിലെ ജപ്പാനും എന്ത് തന്നെയായിരുന്നു? ദ എംപറർ വാസ് ദ സുപ്രീം ഹെഡ് ഇൻ പൊളിറ്റിക്കൽ അഫയേഴ്സ്. രാഷ്ട്രീയ കാര്യങ്ങളിലെ ഉന്നതാധികാരി അല്ലെങ്കിൽ സുപ്രീം ഹെഡ് എന്ന് പറയുന്നത് ആര് തന്നെയായിരുന്നു? എംപറർ. അവിടെയും ജപ്പാനിലും ആര് തന്നെയായിരുന്നു? ചക്രവർത്തി തന്നെയായിരുന്നു എന്തെന്ന് പറയുന്നത്, പരമോന്നത അധികാരമുള്ള വ്യക്തി ആ രാജ്യത്തിൽ അല്ലെങ്കിൽ ആ കൺട്രിയിൽ. ബട്ട് ദ അഡ്മിനിസ്ട്രേഷൻ വാസ് ഓവർഹോൾഡ് ബൈ ദ ഫ്യൂഡൽ ലോർഡ്സ് നോൺ ആസ് ഷോഗൺസ്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഭരണകാര്യങ്ങൾ എന്ന് പറയുന്നത് ഓവർഹോൾ ചെയ്യുക, കയ്യാളി വയ്ക്കുക അതല്ലോ. ആരുടെ കയ്യിലായിരുന്നു? ആര് കയ്യാളിയിരുന്നു? ഫ്യൂഡൽ ലോർഡ്, ഫ്യൂഡൽ പ്രഭുക്കന്മാർ. ആ ഫ്യൂഡൽ ലോർഡ്സിനെ വിളിച്ച പേര് ഷോഗൺസ് എന്നാണ്. അപ്പോൾ ഫ്യൂഡൽ ലോർഡ്സ് ആയിരുന്നു എന്ത് ഓവർഹോൾ ചെയ്തത്, എന്ത് കൺട്രോൾ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്നത്. എവിടെ? ജപ്പാനിൽ. ആ ഫ്യൂഡൽ ലോർഡ്സിനെ, ആ പ്രഭുക്കളെ അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രഭുക്കളെ വിളിക്കുന്ന പേര് എന്തായിരുന്നു? ഷോഗൺസ് എന്ന പേരിലായിരുന്നു. ലാൻഡ് വാസ് അണ്ടർ ദെയർ കൺട്രോൾ. അപ്പൊ ഈ ഷോഗൺസിന്റെ അണ്ടറിലായിരുന്നു അല്ലെങ്കിൽ ഷോഗൺസിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് പറയുന്നത് അവിടുത്തെ ഭൂമി എന്ന് പറയുന്നത്, ലാൻഡ് എന്ന് പറയുന്നത്. എവിടെയാണ്? ജപ്പാനിൽ തന്നെയല്ലോ. അപ്പൊ ഷോഗൺസിന്റെ കയ്യിലായിരുന്നു എന്ന് പറയുന്നത് ലാൻഡ്. ഇറ്റ് വാസ് അണ്ടർ ദ ഷോഗൺസ് ദാറ്റ് ടോക്കിയോ എമർജ്ഡ് ആസ് ദ സെന്റർ ഓഫ് പവർ. അപ്പോ ഷോഗൺസിന്റെ കാലത്താണ് എന്ത് സംഭവിച്ചത്? ടോക്കിയോ എന്തായിട്ട് എമർജ് ചെയ്തത്, ഉയർന്നു വന്നത്, റൈസ് ചെയ്തത്? സെന്റർ ഓഫ് പവർ, ഭരണകേന്ദ്രമായിട്ട് തന്നെയല്ലോ, ശക്തി കേന്ദ്രമായിട്ട്, സെന്റർ ഓഫ് പവറായിട്ട് ടോക്കിയോ എമർജ് ചെയ്തത് ആരുടെ അണ്ടറിലാണ്? ഷോഗൺസിന്റെ അണ്ടറിലാണ്, ജപ്പാൻ. സോ ഇൻ medieval Japan also, the emperor was the supreme head in political affairs, but the administration was overhauled by the feudal lords known as shoguns. Land was under their control. It was under the shoguns that Tokyo emerged as the center of power. അപ്പോൾ ചൈനയുടെയും ജപ്പാന്റെയും ടു കൺട്രീസിന്റെ മെഡീവൽ പീരീഡിലുള്ള സ്പെഷ്യാലിറ്റികളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് മെഡീവൽ അമേരിക്ക, മധ്യകാലത്തിലെ അമേരിക്ക. ഫ്രം ഏഷ്യന്റ് ടൈം ഓൺവാർഡ്സ്, indigenous civilization prevailed in both North and South America. അപ്പോൾ അമേരിക്കയിലെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് എടുക്കാം, നോർത്ത് അമേരിക്ക അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയും. ഇപ്പോൾ നോർത്ത് അമേരിക്കയിലും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലും ഏഷ്യന്റ് ടൈം ഓൺവാർഡ്സ്, പ്രാചീന കാലഘട്ടം മുതൽക്കേ തന്നെ അല്ലെങ്കിൽ ഏഷ്യന്റ് പീരീഡിൽ തന്നെ ഇൻഡിജീനിയസ് സിവിലൈസേഷൻ പ്രിവെയിൽഡ് ചെയ്തിരുന്നു. തനതായ സംസ്കാരങ്ങൾ, ഇൻഡിജീനിയസ് തനതായ സിവിലൈസേഷൻസ്, സംസ്കാരങ്ങൾ പ്രിവെയിൽ ചെയ്യുക, എക്സിസ്റ്റ് ചെയ്യുക, നിലനിന്നിരുന്നു. എവിടെയെല്ലാം? നോർത്തും സൗത്തും അമേരിക്കയിൽ. എന്നു മുതൽ? ഏഷ്യന്റ് ടൈം ഓൺവാർഡ്സ്. ഫ്രം ഏഷ്യന്റ് ടൈം ഓൺവാർഡ്സ്
indigenous civilizations prevailed in both North and South America. These civilizations continued to exist in the medieval period also. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഇൻഡിജീനിയസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്തു, തുടർന്നു. ഏത് കാലഘട്ടത്തിലും നിലനിന്നിരുന്നു? മിഡീവൽ പീരീഡിലും എന്ത് ചെയ്തിരുന്നു? ഇൻഡിജീനിയസ് സിവിലൈസേഷൻസ് അല്ലെങ്കിൽ തനതായ സംസ്കാരം, പ്രത്യേകം എന്താണ് സംസ്കാരങ്ങൾ എവിടെ നിലനിന്നിരുന്നു? അമേരിക്കയിൽ. The administrative systems in these regions were purely indigenous. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിലനിന്നിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഭരണ സംവിധാനം എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിൽ ഏതുപോലെ തന്നെയായിരുന്നു? അതും പൂർണ്ണമായും എന്ത് തന്നെയായിരുന്നു? ഇൻഡിജീനിയസ് തന്നെതായിരുന്നു, അതായത് തദ്ദേശീയം തന്നെല്ലോ. അപ്പൊ ഓരോരോ മേഖലകളിലും അവരുടേതായ രീതിയിലുള്ള എന്താണ് ഭരണ സംവിധാനമാണ് ഇവിടെ നിലനിന്നിരുന്നത്. അമേരിക്കയില് നോർത്തിലും അതുപോലെ തന്നെ സൗത്തിലും പ്രിവെയിൽ ചെയ്തിരുന്നത്, അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. സോ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഇൻ ദീസ് റീജിയൻസ് വെയർ പ്യൂർലി ഇൻഡിജീനിയസ്. തദ്ദേശീയമായ അവരുടേതായ രീതിയിൽ ആ ഒരു പ്രത്യേക ദേശത്തിൻ്റെതായ രീതിയിലുള്ള ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് നിലനിർത്തുന്നത്. അമേരിക്കൻ സിവിലൈസേഷൻസ് നമുക്ക് രണ്ടായിട്ട് നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്ക അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക നോക്കുകയാണെങ്കിൽ അമേരിക്കൻ സിവിലൈസേഷൻ, നോർത്ത് അമേരിക്കൻ സിവിലൈസേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയുണ്ട്? ഒന്ന് മിസിസിപ്പി, സെക്കൻഡ് എന്ന് പറയുന്നത് കരീബിയൻ, അടുത്തെന്ന് പറയുന്നത് മഗല്ലൻ, അതുപോലെ തന്നെ പട്ടായൻ. അങ്ങനെ 4 സിവിലൈസേഷനാണ് നോർത്ത് അമേരിക്കയിൽ. ഏതൊക്കെ? നോർത്ത് അമേരിക്കൻ സിവിലൈസേഷൻസ് എന്ന് പറയുന്നത് മിസിസിപ്പി, കരീബിയൻ, അതുപോലെ തന്നെ മഗല്ലൻ, അതുപോലെ തന്നെ പട്ടായൻ. സൗത്ത് അമേരിക്കയിൽ ഏതൊക്കെയാണ് സിവിലൈസേഷൻസ്? മായൻ, ഇങ്ക, അസ്ടെക്, ടോൾടെക്. ഇതാണ് സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടായിട്ട് അമേരിക്കൻ സിവിലൈസേഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നോർത്ത് അമേരിക്കൻ സിവിലൈസേഷനും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻ. In their quest for establishing colonies, the Europeans reached America in the 16th century. അപ്പോൾ കോളനികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, കോളനികൾ ഇംപ്ലിമെന്റ് ചെയ്യുക, കോളനികൾ സ്ഥാപിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി, അന്വേഷണത്വരയോടുകൂടി, ക്വസ്റ്റോടുകൂടി യൂറോപ്യൻസ് എവിടെ എത്തിച്ചേർന്നു? ദേ റീച്ച്ഡ് അമേരിക്ക. എപ്പോഴാണ് എത്തിച്ചേർന്നത്? 16th century, 16ാം നൂറ്റാണ്ടിലാണ് എന്താ കോളനികൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആര് എത്തിച്ചേർന്നത്? യൂറോപ്യൻസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. They destroyed the native culture and started plantations and mines there. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു അവിടെ എന്താണ് ഇൻഡിജീനിയസ് സിവിലൈസേഷൻ ആണ് നിലനിന്നിരുന്നത്. ഇവരെന്ത് ചെയ്തു? ആ ഇൻഡിജീനിയസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ആ നാറ്റീവ് കൾച്ചർ, തദ്ദേശീയമായ എന്താണ് സംസ്കാരത്തിനെ അവരെ ഡിസ്ട്രോയ് ചെയ്തു, നശിപ്പിച്ചു. ആര്? യൂറോപ്യൻസ്. എന്നിട്ട് അവരെന്താണ് അവിടെ ആരംഭിച്ചത്? ദേ സ്റ്റാർട്ടഡ് പ്ലാന്റേഷൻസ് ആൻഡ് മൈൻസ് ദെയർ. തന്നല്ലോ അവര് പ്ലാന്റേഷനുകൾ അല്ലെങ്കിൽ തോട്ടങ്ങളും അതുപോലെ തന്നെ മൈനുകൾ അതുപോലെ ഖനികളും ആരംഭിച്ചു. എന്ത് ഡിസ്ട്രോയ് ചെയ്തവര്? ദേ ഡിസ്ട്രോയ്ഡ് ദ നാറ്റീവ് കൾച്ചർ. തന്നല്ലോ അവര് ആ തദ്ദേശീയമായ സംസ്കാരത്തിനെ എന്ത് ചെയ്തു? ഡിസ്ട്രോയ് ചെയ്തു, നശിപ്പിക്കുകയും എന്നിട്ട് അവിടെ എന്താരംഭിച്ചു? തോട്ടങ്ങളും മൈനുകളും ആരംഭിച്ചു. ആര്? യൂറോപ്യൻസ്. The Negroes of Africa were brought to America as slaves to work in these places. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് സ്ലേവ് ട്രേഡ് തന്നല്ലോ, അടിമക്കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഈ യൂറോപ്യൻസ് ആഫ്രിക്കയിൽ നിന്ന് ആരെ കൊണ്ടുവന്നു? നീഗ്രോസിനെ കൊണ്ടുവന്നു. എന്തായിട്ടാണ് കൊണ്ടുവന്നത്? ആസ് സ്ലേവ്സ് തന്നല്ലോ, അടിമകളായിട്ടാണ് അമേരിക്കയിലെ നീഗ്രോസിനെ എവിടെ നിന്ന് കൊണ്ടുവന്നത്? ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. ടു വർക്ക് ഇൻ ദീസ് പ്ലേസസ്. അപ്പൊ ഈ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എവിടെ? പ്ലാന്റേഷനുകളിലും അതുപോലെ തന്നെ എന്താണ് മൈൻസുകളിലും വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
യൂറോപ്യൻസ് അമേരിക്കയിൽ ആരെ കൊണ്ടുവന്നു? നീഗ്രോസിനെ കൊണ്ടുവന്നു. ഫ്രം വെയർ? ഫ്രം ആഫ്രിക്ക. ദ നേറ്റീവ്സ് വെയർ സബ്ജക്ട് ടു ജെനോസൈഡ്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു? അവിടെയുള്ള നേറ്റീവ്സ്, ആ ഏരിയയിലുള്ള ജനങ്ങളെ ഈ യൂറോപ്യൻസ് ജെനോസൈഡ് ചെയ്തു, അല്ലെങ്കിൽ മസാക്ര ചെയ്തു, അല്ലെങ്കിൽ കൂട്ടക്കുരുതി നടത്തി, അല്ലെങ്കിൽ എന്ത് ചെയ്തു? വംശഹത്യ നടത്തി. അവിടെയുള്ള ആൾക്കാരെ കൊന്നൊടുക്കി. ആരാണ്? യൂറോപ്യൻസ്. അപ്പോൾ അവരുടെ മെയിൻ പർപ്പസ് എന്താണ്? അവിടെ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുക? കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അടുത്തത് മായൻ കലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മായൻ കലണ്ടർ കൺസിസ്റ്റ് ഓഫ് 365 ഡേയ്സ്. മായൻ കലണ്ടറിൽ 365 ദിവസങ്ങൾ കൺസിസ്റ്റ് ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നു. 1 year was comprised of 18 months of 20 days each. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് കംപ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുക. എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? 18 months ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ മന്തിലും എത്ര ഡേയ്സ് ഉണ്ടായിരുന്നു? 20 days ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 5 days ഉണ്ട്. ദ റിമൈനിങ് 5 days, ദ ബാലൻസ് 5 days എന്തായിരുന്നു? ഹോളിഡേയ്സ് ആയിരുന്നു, അവധി ദിവസങ്ങൾ. അതിന്റെ പർപ്പസ് ഇന്റൻഡഡ് ഫോർ, അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു ഈ 5 days എന്ന് പറയുന്നത്? സെലിബ്രേഷൻസ് ആൻഡ് ഫെസ്റ്റിവൽസ് തന്നല്ലോ. ആഘോഷങ്ങൾ നടത്തുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താണ് ഫെസ്റ്റീവ് ഡേയ്സുകളായിരുന്നു, അല്ലെങ്കിൽ ഉത്സവ ദിനങ്ങളായിട്ടാണ് ഈ 5 ദിവസങ്ങൾ നൽകിയിരുന്നത്. അപ്പോൾ മായൻ കലണ്ടർ കൺസിസ്റ്റ് ഓഫ് 365 days. 1 year was comprised of 18 months of 20 days each. The remaining 5 days were holidays intended for celebrations and festivals. ഇനി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആണ്. ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈൻ, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ പതനം, അല്ലെങ്കിൽ നാശം. The socio-political economic system existed in medieval Europe based on land was known as feudalism. ഇപ്പോൾ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതി, സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റം എവിടെ നിലനിന്നിരുന്ന? മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന, യൂറോപ്പിൽ നിലനിന്നിരുന്ന സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിൽ ബേസ്ഡ് ആയിരുന്നു? എന്തിൽ അധിഷ്ഠിതമായിരുന്നു? ബേസ്ഡ് ഓൺ ലാൻഡ് തന്നല്ലോ, ഭൂമിയിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പൊ ആ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റം എന്തിൽ ബേസ്ഡ് ആയിട്ടുള്ള? ലാൻഡിൽ ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റത്തിനെ വിളിച്ചിരുന്ന പേരാണ് എന്താന്ന് വിളിച്ചത്? ഫ്യൂഡലിസം എന്ന് വിളിച്ചിരുന്നത്. ജന്മിത്വം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അതിന് കുറെ സ്പെഷ്യാലിറ്റികളുണ്ട്. ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? പർട്ടിക്കുലർ ഒരു പേഴ്സണിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ? അവർക്കാണ് അതിന്റെ ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത്. അതിലുപരി എന്താണ്, അവരെന്ത് ചെയ്തു? വർക്കേഴ്സിനെ വെച്ച് ലാൻഡിൽ എന്ത് ചെയ്യുന്നു? ഒരു വർക്കുകൾ ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഓരോ സ്പെഷ്യാലിറ്റികൾ നമ്മൾ ഫ്യൂഡലിസത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഫ്രം ദ 15th century onwards, feudalism began to decline in Europe. 15ാം നൂറ്റാണ്ട് മുതലാണ് ഫ്യൂഡലിസം എന്ത് ചെയ്തത്? യൂറോപ്പിൽ നശിക്കുന്നതിന് കാരണമായത്. ഫ്രം ദ 15th century onwards, feudalism began to decline in Europe. യൂറോപ്പില് 15ാം നൂറ്റാണ്ട് മുതൽ ഫ്യൂഡലിസം എന്ത് ചെയ്യാൻ ആരംഭിച്ചു? തകർന്ന്, അല്ലെങ്കിൽ പതനം ആരംഭിച്ചു അതിന്റെ ഫ്യൂഡലിസത്തിന്റെ. അപ്പൊ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദ ക്രൂസേഡ്സ് ആണ്. ക്രൂസേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുരിശ് യുദ്ധങ്ങളാണ്. അപ്പൊ കുരിശ് യുദ്ധം അല്ലെങ്കിൽ ക്രൂസേഡ് എന്നുള്ള പേര് വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒരു പർട്ടിക്കുലർ ഏരിയ, ഇപ്പൊ ക്രിസ്ത്യൻസിന് അറിയാം ജെറുസലേം എന്ന് പറയുന്ന എന്താണ് പ്രശസ്തമായ ഒരു സ്ഥലം തന്നല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഫൈറ്റ്, അതിനു വേണ്ടിയിട്ടുള്ള വാർ, അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധം, അതാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ക്രൂസേഡ്സ് എന്ന പേരിൽ, അല്ലെങ്കിൽ കുരിശ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടത് തന്നല്ലോ. The Crusades were the wars fought between Western Europe and the Turks from the 11th to the 13th centuries.
അപ്പൊ ഈ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂസേഴ്സ് എന്ന് പറഞ്ഞാൽ വാറുകളാണ്, യുദ്ധങ്ങളാണ്. ആരാണ് ഫൈറ്റ് ചെയ്തത്? ആരാണത് തമ്മിൽ യുദ്ധം നടത്തിയത്? വെസ്റ്റേൺ യൂറോപ്പും അതുപോലെ തന്നെ ടർക്കുകളും തമ്മിൽ നടത്തിയ ഫോർട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഫൈറ്റാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാറാണ് എന്ന് പറയുന്നത് ഈ ക്രൂസേഴ്സ്. ഏത് കാലഘട്ടത്തിലാണത്? 11th to 13th സെഞ്ചുറി, 11ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയാണ് ഈ ക്രൂസേഴ്സ് അല്ലെങ്കിൽ കുരിശ് യുദ്ധങ്ങൾ നടന്നത്. The Crusades were the wars fought between Western Europe and the Turks from the 11th to the 13th centuries. These wars were fought for appropriating Jerusalem. അപ്പൊ ഈ യുദ്ധങ്ങൾ എന്തിനു വേണ്ടിയാണ് നടത്തിയത്? These wars were fought, അല്ലെ? ഈ യുദ്ധങ്ങൾ പോരാടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ജെറുസലേമിനെ എന്ത് ചെയ്യുക? അപ്രോപ്രിയേറ്റ് ചെയ്യുക, ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ജെറുസലേമിനെ എന്ത് ചെയ്യുക? സ്വന്തമാക്കി എടുക്കുക, ഓൺ ചെയ്തെടുക്കുക. അത് ജെറുസലേമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ ഹോളി സിറ്റി ഓഫ് ദ ജൂസ്, ദ ക്രിസ്ത്യൻസ് ആൻഡ് ദ മുസ്ലിംസ്. മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ജൂസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഹോളി സിറ്റിയായി പരിഗണിച്ചിരുന്നത്, അല്ലെങ്കിൽ പുണ്യ നഗരമായി പരിഗണിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് പറയുന്നത് ജെറുസലേം. അപ്പൊ ആ ജെറുസലേമിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഫൈറ്റ് ആരും തമ്മിൽ? വെസ്റ്റേൺ യൂറോപ്പും ടർക്സും. ഏത് നൂറ്റാണ്ട് മുതൽ ഏത് നൂറ്റാണ്ട് വരെ? 11th century to 13th century വരെ നടത്തിയ വാറാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ക്രൂസേഡ്സ് എന്ന പേരിൽ, അല്ലെങ്കിൽ കുരിശ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. Crusades were considered as one of the major factors for the spread of Eastern culture in Europe. അപ്പോൾ ഈ പാശ്ചാത്യ സംസ്കാരം അല്ലെങ്കിൽ ഈ ഈസ്റ്റേൺ കൾച്ചർ യൂറോപ്പിൽ സ്പ്രെഡ് ചെയ്തത് അല്ലെങ്കിൽ വ്യാപിച്ചത് ഏതിനു ശേഷമാണ്? ക്രൂസേഡ്സിന് ശേഷമാണ്, അല്ലെങ്കിൽ കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ക്രൂസേഡ്സിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? മേജർ ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്തിന്റെ മേജർ ഫാക്ടറായിട്ട്? ഈസ്റ്റേൺ കൾച്ചർ യൂറോപ്പിൽ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ മേജർ ഫാക്ടർ എന്താണ്? ക്രൂസേഡ്സ് ആണ്, കുരിശ് യുദ്ധങ്ങളാണ് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രൂസേഡ്സ് were the wars fought between Western Europe and the Turks from the 11th to the 13th centuries. These wars were fought for appropriating Jerusalem, which is considered as the holy city of the Jews, the Christians and the Muslims. Crusades were considered as one of the major factors for the spread of Eastern culture in Europe. അപ്പം അങ്ങനെയാണെങ്കിൽ ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈനിന്റെ എന്താണ് മെയിൻ കോസസ് അല്ലെങ്കിൽ റീസൺസ്, പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതെല്ലാമാണ്? ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്രീസ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക ഉൽപാദനം കുറഞ്ഞു. എന്താണ് നമ്മൾ പറയുന്നത്? വാട്ട് ആർ ദ കാസസ് ദാറ്റ് ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം? ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഫസ്റ്റ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഡിക്രീസ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ, ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ എന്ത് റെഡ്യൂസായി? അഗ്രികൾച്ചർ പ്രൊഡക്ഷനിലെ കാർഷിക ഉൽപാദനം കുറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർഷിക ഉൽപാദനം കുറഞ്ഞാൽ എന്തിനു കാരണമാകും? അവിടെ ഫെമൈൻ ഉണ്ടായി, അല്ലെ? ഭക്ഷ്യക്ഷാമം ഉണ്ടായി. അത് രണ്ടാമത്തെ റീസൺ. തേർഡ് റീസൺ എന്ന് പറയുന്നത് പ്ലേഗ് ഓർ ബ്ലാക്ക് ഡെത്ത്. പ്ലേഗിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഡെത്ത്, അല്ലെങ്കിൽ കറുത്ത മരണം. പ്ലേഗ് എലികൾ പരത്തുന്ന ഒരു രോഗമാണ് എന്ന് പറയുന്നത് പ്ലേഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോർത്ത് റീസൺ ക്രൂസേഡ്സ്. ക്രൂസേഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അല്ലെ? എന്താണ്? ഫൈറ്റ് ആയിരുന്നു, ജെറുസലേമിന് വേണ്ടിയുള്ള ഫൈറ്റ്. അപ്പോൾ ഈ കുരിശ് യുദ്ധങ്ങൾ. അടുത്ത റീസൺ എന്ന് പറയുന്നത് കിങ്സ് മൊണോപ്പൊളി ഓഫ് ഗൺ പൗഡർ. തന്നല്ലോ, ഓരോരോ രാജാക്കന്മാരും എന്ത് ചെയ്തു? ഗൺ പൗഡർ, ഈ വെടിമരുന്നുകൾ എന്ത് ചെയ്തു? മൊണോപ്പൊളി അല്ലെങ്കിൽ കുത്തകാവകാശം ആരുടെ കയ്യിലായിരുന്നു? ഓരോരോ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കയ്യിലായി മാറി. അതും എന്തിനു കാരണമായി? ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. നെക്സ്റ്റ്, പെസന്റ് റിവോൾട്ട്. പെസന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാർമേഴ്സിന്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് പെസൻസ് തന്നല്ലോ. അപ്പോ കർഷകരുടെ റിവോൾട്ടുകൾ അല്ലെങ്കിൽ കലാപങ്ങൾ, പെസൻസ് റിവോൾട്ടുകൾ അല്ലെങ്കിൽ ഫാർമേഴ്സിന്റെ എന്താണ് റിവോൾട്ടുകൾ, കർഷകരുടെ എന്താണ് കലാപങ്ങൾ, അതും ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈന് കാരണമായി. ലാസ്റ്റ് റീസൺ എന്ന് പറയുന്നത് എമർജൻസ് ഓഫ്
നേഷൻ സ്റ്റേറ്റ് ആണ്. തന്നല്ലോ ഓരോരോ ദേശരാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു എമർജ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഉത്ഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ദേശരാഷ്ട്രങ്ങളുടെ, നേഷൻ സ്റ്റേറ്റിന്റെ ദേശരാഷ്ട്രങ്ങളുടെ എമർജൻസ് അല്ലെങ്കിൽ ആവിർഭാവം ഇതിന് കാരണമായി. ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ഇപ്പൊ ഏതെല്ലാം റീസൺസുകളാണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്, ഫെമൈൻ, പ്ലേഗ് ഓർ ബ്ലാക്ക് ഡെത്ത്, ക്രൂസേഡ്സ്, കിങ്സ് മോണോപ്പൊളി ഓഫ് ഗൺ പൗഡർ, പെസന്റ് റിവോൾട്ട്സ്, അതുപോലെ തന്നെ എമർജൻസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്. എന്തൊക്കെയാണ്? കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ ഉണ്ടായ കാർഷിക ഉൽപാദനത്തിന്റെ കുറവ്, ഭക്ഷ്യക്ഷാമം, അതുപോലെ തന്നെ പ്ലേഗ് അല്ലെങ്കിൽ കറുത്ത മരണം, കുരിശ് യുദ്ധങ്ങൾ, വെടിമരുന്നുകള് രാജാക്കന്മാരിൽ എന്ത് ചെയ്തു കേന്ദ്രീകൃതമായി. അങ്ങനെ അതിന്റെ ഒരു കുത്തകാവകാശം ആരുടെ കയ്യിൽ വന്നു? നിശ്ചിത രാജാക്കന്മാരുടെ കയ്യിലായി. അതുപോലെ തന്നെ കർഷകരുടെ കലാപങ്ങൾ, അതുപോലെ തന്നെ ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം. ഇതെല്ലാമാണ് ഇതിന് കാരണമായത്, ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈന് കാരണമായത്. അപ്പോൾ മിഡീവൽ വേൾഡില് എന്താണ് ഉണ്ടായ ഡിഫറെന്റ് ഫോംസ് ഓഫ് പവർ തന്നല്ലോ, വ്യത്യസ്തങ്ങളായ പവറുകളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതുവരെ നമ്മൾ പഠിച്ചു നിർത്തിയത്. സിഗ്നിഫിക്കന്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് അമേരിക്ക ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, വളരെ സുപ്രധാനമായ ഭരണ പരിഷ്കാരങ്ങൾ, ഭരണ നവീകരണങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമുകൾ, ഭരണ നവീകരണങ്ങൾ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആവിഷ്കരിച്ചു ഈ കാലഘട്ടത്തിൽ. എവിടെയെല്ലാം? ഏഷ്യയിലും യൂറോപ്പിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും അതുപോലെ അമേരിക്കയിലും മിഡീവൽ പീരീഡിൽ. ദീസ് റിഫോംസ് ആൻഡ് സെന്റേഴ്സ് ഓഫ് പവർ ഗേവ് വിഗർ ടു ദ മാർച്ച് ടുവേർഡ്സ് ദ മോഡേൺ ഏജ്. അപ്പൊ ഈ പരിഷ്കരണങ്ങൾ, ഈ റിഫോമുകൾ, അതുപോലെ തന്നെ എന്താണ് സെന്റേഴ്സ് ഓഫ് പവർ, അധികാര രൂപങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ, ഇവയെല്ലാം എന്തിനു കാരണമായി? വിഗർ ടു മാർച്ച് ടുവേർഡ്സ് ദ മോഡേൺ ഏജ്, ആധുനിക കാലഘട്ടത്തിലേക്ക് എന്ത് ചെയ്യുന്ന അതിന്റെ മാർച്ചിന്, അതിന്റെ പ്രയാണത്തിന് വിഗർ നൽകിയത് അല്ലെങ്കിൽ ഊർജം നൽകിയത് അല്ലെങ്കിൽ പവർ നൽകിയത് ഏതാണ്? ഈ റിഫോമുകളും അതുപോലെ തന്നെ ഏതാണ്? സെന്റേഴ്സ് ഓഫ് പവറുമാണ്. എന്തിന്? മോഡേൺ ഏജിലേക്ക് മാർച്ച് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വിഗർ നൽകിയത് അല്ലെങ്കിൽ പവർ നൽകിയത്. അപ്പോൾ ഈ ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ SST ഫസ്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അതിൽ അടുത്ത പേജിൽ മിഡീവൽ വേൾഡിന്റെ ആ ഒരു അധികാര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള ഒരു ചാർട്ട് നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഈസ്റ്റേൺ റോമൻ എംപയർ, അതിന്റെ പ്രധാനപ്പെട്ട എംപററിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റീനിയൻ. അടുത്തത് ഹോളി റോമൻ എംപയറിൽ ആരാണ്? ഷാലമീൻ. അറേബ്യൻ എംപയറിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഹാറൂൺ അൽ റഷീദ്. ഒട്ടോമൻ എംപയറിലായിരുന്നു സുലൈമാൻ. മംഗോളിയൻ എംപയറിലാരാണ്? ചെങ്കിസ് ഖാൻ. മാലി എംപയറിലെ പ്രധാനപ്പെട്ട വ്യക്തി കങ്കൺ മൂസ. പിന്നെ മിഡീവൽ അമേരിക്കയിൽ 2 സിവിലൈസേഷൻ ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? നോർത്ത് അമേരിക്കനും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കനും സിവിലൈസേഷൻ. അതിനുശേഷം എന്ത്? ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈൻ അല്ലെങ്കിൽ fall. അപ്പോൾ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? അവരവരുടെ രീതിയിൽ നോട്ട് തയ്യാറാക്കുന്നെങ്കിൽ, സെൽഫായിട്ട് നോട്ട് തയ്യാറാക്കുന്നത് അതാണ് വളരെ നല്ല. ക്വസ്റ്റ്യൻസും ആൻസറും നിങ്ങൾ തന്നെ സെൽഫായിട്ട് കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പിന്നെ വിക്ടേഴ്സ് ചാനലിൽ അതിൻ്റെ നോട്ട്സ് പറഞ്ഞു തരുന്നുണ്ട്. മറ്റ് ട്യൂഷൻ സ്ഥാപനങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇതിനാവശ്യമായിട്ടുള്ള നോട്ടുകൾ തയ്യാറാക്കി കിട്ടുന്നുണ്ടായിരിക്കാം. അതിലുപരി എന്ത് തന്നെയാണ്, പിന്നെ ഗൈഡുകൾ അല്ലെങ്കിൽ അതുപോലെ മാഗസിനുകൾ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുണ്ടായിരിക്കാം. അതിനെ ഉപയോഗിച്ച് സ്വന്തമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഹെൽപ്പോട് കൂടി നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചാപ്റ്റർ നല്ല രീതിയിൽ എവരി കോർണർ, ഓരോ മുക്കും മൂലയും വരെ എന്ത് ചെയ്യുക? വായിച്ച് മനസ്സിലാക്കി വെക്കുക. എങ്ങനെ ചോദ്യം വന്നാലും ആൻസർ ചെയ്യത്തക്ക രീതിയിൽ നിങ്ങളത് ചെയ്തിരിക്കണം. തന്നല്ലോ. രണ്ട് അസസ്മെന്റുകൾ ഇവിടെ ഞാനിട്ട് പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഐറ്റംസ് എ ആൻഡ് കംപ്ലീറ്റ് ബി അക്കോർഡിംഗ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും അല്ലേ, എന്താണ്? ബൈസന്റൻ എംപയർ, ജസ്റ്റീനിയൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹോളി റോമൻ എംപയർ ആണ്. ഷാലമീനാണ് അവിടെ ഫില്ല് ചെയ്യാനുള്ളത്. ഷാലമീൻ അഗെയിൻസ്റ്റ് ഉള്ള ഫില്ല് ചെയ്യാനുള്ളത് എന്നാണ്? അദ്ദേഹം ആരായിരുന്നു? ഹോളി റോമൻ എംപയർ ആയിരുന്നു തന്നല്ലോ. അപ്പൊ അതിന്റെ ആൻസർ
ഹോളി റോമൻ എംപയർ ആണ് ഫസ്റ്റ് അതിൽ ഫില്ല് ചെയ്യാനുള്ളത്. അടുത്തത് തിംബുക്തു, അതുപോലെ തന്നെ മാലി എംപയർ ആണ്. ബാഗ്ദാദ് ആണല്ലോ, ബാഗ്ദാദ് ഏത് എംപയറിലാണ് വരുന്നത്? അറബ് എംപയറിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യാനുള്ള ഏതാണ്? അറബ് എംപയർ ആണ്. അടുത്തത് ടാങ് ഡൈനാസ്റ്റി ഏതാണ്? ചൈന. അപ്പോൾ ഷോഗൻസ് എവിടെയാണ്? അത് ഫില്ല് ചെയ്യാനുള്ളത് ജപ്പാനാണ് ആൻസർ, ജപ്പാൻ തന്നല്ലോ. ഹിജ്റ ഏത് വർഷമാണ്? 622 CE തന്നല്ലോ. ഇൻവേഷൻ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ തുർക്കി 1453 CE ആണ് ഫില്ല് ചെയ്യാനുള്ളത്. 1453 CE തന്നല്ലോ. അപ്പോൾ ഫില്ല് ചെയ്യാനുള്ളത് ഫസ്റ്റില് ഹോളി റോമൻ എംപയർ, സെക്കൻഡില് ഫില്ല് ചെയ്യാനുള്ളത് അറബ് എംപയർ, തേർഡിൽ ഫില്ല് ചെയ്യാനുള്ളത് ജപ്പാൻ, ഫോർത്തിൽ ഫില്ല് ചെയ്യാനുള്ളത് 1453 CE. ജസ്റ്റ് അതിൽ മാച്ച് എന്താണ് കോളം എയും ബിയും തമ്മിൽ പറയാം. അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ചെങ്കിസ് ഖാൻ അല്ലെ, അദ്ദേഹം എന്ത് ചെയ്താണ്? കൊറിയർ സിസ്റ്റം ഇംപ്ലിമെന്റ്. അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യുന്നത് ചെങ്കിസ് ഖാൻ ഏതാണ് മാച്ച് ചെയ്യുന്നത്? ബിയിലുള്ള കൊറിയർ സിസ്റ്റം. അടുത്തത് കങ്കൺ മൂസ. കങ്കൺ മൂസ ഏതാണ് അതിൽ സ്യൂട്ടബിൾ ആയിട്ട് മാച്ച് ചെയ്യുന്നത്? ജേണി ടു മക്ക. കങ്കൺ മൂസ ജേണി ടു മക്കയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഹറുൺ അൽ റഷീദ്. ഹറുൺ അൽ റഷീദ് ഏതാണ്? 1001 നൈറ്റ് തന്നല്ലോ, അതാണ് അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ലാസ്റ്റ് പ്രൊഫറ്റ് മുഹമ്മദ്. പ്രൊഫറ്റ് മുഹമ്മദ് ഏതാണത്? ഹിജ്റ തന്നല്ലോ. അങ്ങനെ മാച്ച് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെയാണ് ചെങ്കിസ് ഖാൻ, കൊറിയർ സിസ്റ്റം, കങ്കൺ മൂസ, ജേണി ടു മക്ക, ഹരുൺ അൽ റഷീദ്, 1001 നൈറ്റ്സ്, പ്രൊഫറ്റ് മുഹമ്മദ്, ഹിജ്റ. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.